കെ.സി. വേണുഗോപാൽ മന്ത്രിയാവുന്നത് 2004 2004 മുതൽ 2006 വരെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. മാസം എനിക്ക് ഓർമ്മയില്ല. കെ.സി. വേണുഗോപാൽ ഇരുന്ന കാലത്ത് രാമൻ നായരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. രാമൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ 2004 എന്ന് പറയുന്നത്. ശബരിമലയിൽ 2004 പോറ്റി കയറിയത് എന്നുള്ളത് അതോ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. 2007 എന്നാണ് ശബരിമലയുള്ള വേറെ കുറെ ആളുകൾ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2004 7 അതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതമില്ല. എല്ലാ മാസവും എല്ലാ വർഷവും ശബരിമലയിൽ പോറ്റിമാർ കയറുന്നുണ്ട്. അത് പല കണക്കിലാണ്. മേശാന്തിയുടെ ആളായിട്ട് കയറാം, തന്ത്രിയുടെ ആളായിട്ട് കയറാം, വേറെ ആരെങ്കിലും ആളായിട്ട് കയറാം, ബോർഡ് മെമ്പർമാരുടെ ആളുകളായിട്ട് കയറാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അവിടെ കയറാം, ഒരു കുഴപ്പമില്ല, ഒരാളായിട്ട് കയറാം. പക്ഷേ പോറ്റി അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് ആരുടെ ബലത്തിലാണ്? കയറിയാളുടെ ബലത്തിലല്ല. അത് സ്വാധീനം ഉറപ്പിക്കുന്നത് എപ്പോഴാണ്? ഇപ്പോൾ 2004 2006 കാലത്ത് നമുക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയാം. രാമൻ നായരും കെ.സി. വേണുഗോപാലും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു. കോൺഗ്രസ്സുകാരുടെ സ്വഭാവമാണ്. ഒരു കോൺഗ്രസ്സുകാരന് വേറെ കോൺഗ്രസ്സുകാരനെ കാണാൻ ഇഷ്ടാവില്ല. രാമൻ നായർ ഇവർ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല, കെ.സി. വേണുഗോപാൽ പറഞ്ഞാൽ കേൾക്കില്ല. അതന്ന് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. ഗവൺമെന്റ് ഞങ്ങളെ മേൽ ഒരു സമ്മർദ്ദവും ചെലുത്താൻ പറ്റില്ല, ഞങ്ങൾ സ്വതന്ത്ര പരമാധികാരമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടായി. 2004 5 2004 ശബരിമല 5 ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇവർ വേണ്ടത്ര ചെയ്തില്ല. വേണുഗോപാലിന് പലവട്ടം മന്ത്രി എന്ന നിലയിൽ അവിടെ പോയി അതിന്റെ ഒരുക്കങ്ങൾ നേരിട്ട് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇനി 2004 വേണുഗോപാൽ പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ വന്നതിന്റെ വയ്ക്കുക വാദത്തിന് വേണ്ടി. അന്ന് വേണുഗോപാൽ പറഞ്ഞാൽ ഈ രാമൻ നായർ കേൾക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് വിടും. അങ്ങനെയാണെങ്കിൽ തന്നെ പോറ്റിക്ക് അവിടെ എന്താ സ്ഥാനം? ഉടനെ കയറി വന്ന ഒരാൾക്ക് എന്ത് സ്ഥാനം കിട്ടുക അവിടെ? അയാൾ അവിടെ ഏതെങ്കിലും തരത്തിൽ അയാൾ അവിടുത്തെ സാധനം അടിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള ശേഷിയൊക്കെ കിട്ടിയോ? ഇല്ലല്ലോ. എപ്പോഴാണ് പോറ്റി ശക്തനാവുന്നത്? പോറ്റി ശക്തനാവുന്ന പോയിന്റ് അതെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നത് എന്നതാണ്. അതിന് മുമ്പ് അയാൾക്ക് സ്പോൺസർഷിപ്പിന് ബിൽഡപ്പ് ഉണ്ടാവും, ശരിയായിരിക്കും. പക്ഷെ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തത് ഏത് മന്ത്രിസഭയുടെ കാലത്താണ്? ആര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്? ആര് പറഞ്ഞിട്ടാണ്? തീർച്ചയായിട്ടും തന്ത്രി പറഞ്ഞിട്ടുണ്ടാവാൻ വഴിയുണ്ട്. കാരണം തന്ത്രിയും പോറ്റിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. തന്ത്രി പറഞ്ഞിട്ടുണ്ടാവും. പത്മകുമാറാണ് അന്നത്തെ. പത്മകുമാറെ ഇയാളെ നമുക്ക് സ്പോൺസർ ആക്കിയാൽ ഒരുപാട് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പത്മകുമാർ തന്ത്രിയെ വിശ്വസിച്ചിട്ടും ഉണ്ടാവാം. ഇനി പത്മകുമാർ അങ്ങനെ വിശ്വസിക്കാമോ? അങ്ങനെ പറഞ്ഞാൽ ഒരു സാധനം കൊടുക്കാമോ? എടുത്തു കൊടുക്കാമോ? കൊടുക്കാൻ പാടില്ലല്ലോ. ഇതിന്റെ സാധനം തന്ത്രി പറഞ്ഞുകൊണ്ട് ഒരു സാധനം എടുത്തു കൊടുക്കാമോ? അങ്ങനെ എടുത്തു കൊടുത്തത് തെറ്റാണെന്ന് പത്മകുമാറും അതിന് മുമ്പുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന്. കാരണം എന്താ? ഇതിന്റെ കസ്റ്റോഡിയനാരാ? തന്ത്രി ആചാരം മാത്രം നോക്കാനുള്ള ആളാണ്, സാധനം സൂക്ഷിക്കാനുള്ള ആളല്ല. സാധനത്തിന്റെ സൂക്ഷിപ്പ് തന്ത്രിയുടെ ജോലിയല്ല. ഇപ്പൊ വാജിവാഹനം പോയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കപ്പ് വരുന്നുണ്ട്. വാജിവാഹനം പോകുന്ന കാലത്ത് അവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അജയ് തറയിൽ ഉണ്ടായിരുന്നു, വേറൊരു രാഘവനും ഉണ്ടായിരുന്നു. രാഘവൻ CPM-ന്റെ ആളാണ്, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കാലത്താണ് വാജിവാഹനം കൊണ്ടുപോയത്. വാജിവാഹനം കൊണ്ടുപോയത് പോലും രഹസ്യമായിട്ടല്ല. വാജിവാഹനം വളരെ പരസ്യമായി എല്ലാവരും കാണിച്ച്, മീഡിയ കാണിച്ച്, തൊഴുത് മേടിച്ച്. ഇതിന് ഹൈക്കോടതിയുടെ ജഡ്ജി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് വാജിവാഹനം കൊണ്ടുപോകണേ. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോട്ടെ. ഇപ്പോഴുള്ള ഈ 2004 നമ്മൾ ഇത് മടങ്ങി വന്നാൽ 2004 എങ്ങനെയാണ് കെ.സി. വേണുഗോപാൽ കേസിൽ പ്രതിയാവുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞ്, ദേവസ്വം ബോർഡും കെ.സി. വേണുഗോപാലും തമ്മിൽ ഏറ്റവും സംഘർഷം നടന്ന ആ കാലത്ത് വേണുഗോപാൽ പറഞ്ഞാൽ അവിടുത്തെ ശബരിമല കേൾക്കാതിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പറ്റുക, അത് എങ്ങനെയാ ചെയ്യാൻ കഴിയുക? അപ്പൊ ഇത് വെറുതെ പേരുണ്ടാക്കുകയാണ്. സോണിയാഗാന്ധി വേണുഗോപാൽ എന്നൊക്കെ പേരുണ്ടാക്കുകയാണ്. വേണുഗോപാൽ മന്ത്രിയായിരുന്ന കാലത്ത് ഏത് തരത്തിലുള്ള ക്രമക്കേട് അവിടെ നടന്നതെന്ന് കണ്ടെത്തട്ടെ. ആ ക്രമക്കേടിൽ വേണുഗോപാലിന് എന്താണ് പങ്കെന്ന് കണ്ടെത്തട്ടെ. ഞാൻ വളരെ ലളിതമായൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഇതുവരെ അറസ്റ്റ് ചെയ്തൊക്കെ ഈ CPM നേതാക്കളാണ്. CPM നേതാക്കൾ ഇപ്പൊ പത്മകുമാർ ആയാലും, വാസു ആയാലും, അല്ലെങ്കിൽ വിജയകുമാരനായാലും, ഇപ്പോൾ ശങ്കർദാസ് ആയാലും, ഇവരൊക്കെ നിയമിച്ച കാലത്ത് കേരളത്തിൽ LDF ഗവൺമെന്റാണ്. ഇതൊക്കെ LDF-കാരാണ്. അവരെ നിയമിക്കുകയും അവരുടെ കാലത്ത് വലിയ അഴിമതി നടക്കുകയും ഒക്കെ ചെയ്തിട്ടും അന്നത്തെ മന്ത്രി കടകംപള്ളിയെ തൊട്ടിട്ടില്ലല്ലോ ഇതുവരെ. അന്നത്തെ മന്ത്രി കടകംപള്ളിയെ തൊടാത്ത ആളുകൾ ഇപ്പോൾ പോറ്റി 2004 കയറിയെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ അന്ന് കയറിയിട്ട് പോറ്റി എന്താ ചെയ്തേ?
ഇയാളുടെ ഭരണകാലത്ത് പോറ്റി വല്ലതും ചെയ്തോ? ആ കാലത്ത് പോറ്റി എന്താ ചെയ്തത്? പോറ്റി എപ്പോഴാണ് ചെയ്തു തുടങ്ങി? പോറ്റിയുടെ തട്ടിപ്പ് തുടങ്ങിയത് എപ്പോഴാണ്? എന്തായാലും സി വേണുഗോപാലിന്റെ കാലത്തല്ല, എന്തായാലും മറ്റേ ജി സുധാകരന്റെ കാലത്ത് പോലുമല്ല, അതിനുശേഷം വന്ന മന്ത്രിമാരുടെ കാലത്തുമല്ല. അത് പോറ്റി തട്ടിപ്പ് തുടങ്ങിയത് സ്പോൺസറായ കാലത്താണ്. അതുകൊണ്ട് കെ സിയുടെ പേരൊക്കെ നമുക്ക് പറയാം എന്നല്ലാതെ കെ സിയെ നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടാൻ വഴിയില്ല. പിന്നെ പാട്ട് പാടുമ്പോൾ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞാൽ പോറ്റിയെ കയറ്റിയതല്ല പ്രശ്നം, അവിടെ പോറ്റിമാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും കയറ്റിയിട്ടുണ്ട്. ഈ വർഷം വന്നിട്ടുണ്ടോ പുതിയ നമ്പൂതിരിമാർ, പുതിയ മേൽശാന്തിയുടെ ആളുകളായിട്ട്? പക്ഷേ അതല്ല, അയാൾക്ക് അവിടെ സ്ഥാനം കൊടുത്തത് എന്തുകൊണ്ട്? അയാൾക്ക് ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ പൊക്കി കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തത് ആരെ എന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനമായി വരുന്നത്. ഇനി വാജിവാഹനത്തിന്റെ വിഷയത്തിലാണെങ്കിൽ, വാജിവാഹനം തന്ത്രി കൊണ്ടുപോയതിൽ ഏതെങ്കിലും അത് തെറ്റാണ്, ഒരു സംശയമില്ല. പക്ഷേ അന്നത്തെ ബോർഡും അന്നത്തെ ആളുകളും തന്ത്രിക്ക് അത് കൊടുക്കുന്നത് പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല. അപ്പോ ഈ ഹൈക്കോടതി പ്രതിനിധി തന്നെ വരുന്നത് കെ സി വേണുഗോപാലിന്റെ കാലത്താണെന്നും കൂടി ആലോചിക്കണം. ഹൈക്കോടതി പ്രതിനിധി ബോർഡും മന്ത്രിയും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഹൈക്കോടതി വരുന്നത്, പരിപൂർണനെ വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് കെ സി വേണുഗോപാലും ജസ്റ്റിസ് പരിപൂർണനും അതുപോലെ ബോർഡും ഉള്ളൊരു കാലമാണ്. ആ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും വിധത്തിൽ കെ സിയെ ഇതിൽ ഒരു പ്രതിയാക്കാൻ പറ്റുമെന്ന്. പ്രസംഗിച്ച് നടക്കാം, ക്യാപ്സ്യൂൾ ഇറക്കാം എന്നല്ലാതെ എത്താൻ വഴിയില്ല.